ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ന് വന്ന വാർത്ത ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ്. ടെഹ്റാന്റെയും മേഖലയിലെ മറ്റ് രാജ്യങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരമാണ് തീരുമാനം എന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികൾ ചേർന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൻ്റെ വ്യവസ്ഥകളിലേക്ക് എത്തിയതായും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രയേലിനെയും ചേർത്ത് ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ അതേ ട്രംപാണ് ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുന്നത്. നേരത്തെ ആക്രമണങ്ങൾ ദിവസങ്ങൾ നീണ്ടുനിന്നേക്കും ഇറാനിലെ അടിസ്ഥാന ഊർജ്ജ സൗകര്യങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. US മുന്നോട്ട് വയ്ക്കുന്ന വെടിനിർത്തൽ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് പ്രധാന ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞാണ് ഇസ്രായേലിനൊപ്പം ചേർന്ന് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നിട്ടിപ്പോൾ ഇറാൻ്റെ അഭ്യർത്ഥന പ്രകാരം ലോകത്തിൻ്റെ ഭാവി നന്മയ്ക്കും വിജയകരവും സമൃദ്ധവുമായ ഒരു ഇറാനെ നിലനിർത്തുന്നതിനും അതിജീവനത്തിനും വേണ്ടി ആക്രമണം റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് ട്രംപ് പറയുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും നെതന്യാഹു ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണല്ലോ ഈ ആക്രമണത്തിന് ട്രംപ് പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ അവസാന മിനിറ്റിൽ ഈ ആക്രമണം വേണ്ട എന്ന് വെച്ചതിന് പിന്നിൽ എന്താണ്? ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ ഒരു ഇടപെടൽ ഉണ്ടായോ? ട്രംപ് ഇറാന് നേരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റി മറിച്ചും തിരിച്ചും മറിച്ചും എല്ലാം നടത്തുന്ന പ്രസ്താവനകൾ അത് സൂചിപ്പിക്കുന്നത് ആബ്സല്യൂട്ട് ലാക്ക് ഓഫ് ക്ലാരിറ്റി. യാതൊരു രീതിയിലും അമേരിക്കയുടെ മനസ്സിൽ വ്യക്തമായ ധാരണ ഇല്ല എന്നതിൻ്റെ ഒരിക്കൽ കൂടിയുള്ള സൂചനയാണ് ഏറ്റവും അവസാന നിമിഷങ്ങൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഉടനടി ഇറാന് നേരെ ആക്രമണം വേണ്ട എന്ന തീരുമാനത്തിൽ എത്തി നിൽക്കുന്നു ട്രംപ്. ട്രംപിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രസ്താവനയാണ്, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വന്ന പ്രസ്താവനയാണ്. അപ്പം നമുക്കൊരു പ്രതീതി ചോദ്യത്തിൽ കണ്ടതുപോലെ ഒരു പ്രതീതി ഉണ്ടാകുന്നു. ഈ ഇസ്രയേലിൻ്റെ പ്രേരണയാൽ പ്രത്യേകിച്ചും ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കൽ കൂടി അമേരിക്ക സന്ദർശിച്ച് ട്രംപുമായി സംഭാഷണം നടത്തി. ഒരു പഴയ മുൻകാല അനുഭവം ഒരു സൂചനയാണ് എങ്കിൽ അമേരിക്ക വർദ്ധിത വീര്യത്തോടുകൂടി ഇറാന് നേരെ ആഞ്ഞടിക്കും. ആ രീതിയിലുള്ള പ്രസ്താവനയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. കാരണം ഇറാൻ്റെ എനർജി ഇൻഫ്രാസ്ട്രക്ചർ ആക്രമിക്കും, എല്ലാ തരത്തിലുള്ള കണക്ടിവിറ്റിയും സപ്ലൈ ചെയിനും ഇറാനുള്ളിൽ നശിപ്പിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരാറിന് തയ്യാറാവൂ, അല്ല എങ്കിൽ സർവനാശം. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല ട്രംപ് പറയുന്നത്, പല ആവർത്തി പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയുന്നു. അതുകൊണ്ട് യുദ്ധം ഇമ്മിനൻ്റ് ആണ്, ഏത് നിമിഷവും യുദ്ധം സംഭവിക്കാം. യുദ്ധം എന്നുള്ളതല്ല, ഓൾ ഔട്ട് അറ്റാക്ക് ഓൺ ഇറാൻ സംഭവിക്കാമെന്ന് പറയുന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്ന് അതിനുള്ള കൃത്യമായ മറുപടിയും പഴയതുപോലെ തന്നെ വന്നു, കുറച്ചുകൂടി രൂക്ഷമായ രീതിയിൽ. ഇപ്രാവശ്യം ഫോർ എ ചേഞ്ച് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് പുറമെ എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും എനർജി ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ മടിക്കില്ല. ആ രീതിയിൽ നോൺ മിലിറ്ററി ടാർഗറ്റിലേക്ക്, പ്രത്യേകിച്ചും എനർജി ഇൻഫ്രാസ്ട്രക്ചർ തെളിച്ചു പറയുന്നില്ല എങ്കിൽ പോലും അമേരിക്കൻ സ്വാധീന ബിസിനസ്സുകളുണ്ട്, അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ തോതിലുള്ള വ്യവസായ സംരംഭങ്ങളുണ്ട്, ഹോട്ടലുകളുണ്ട്, ഈ കാസിനോ ക്ലബ്ബുകളുണ്ട് എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങളാണ് അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള സ്ഥലങ്ങൾ, ഫിനാൻഷ്യൽ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് വേണ്ട ബാങ്കുകൾ. അപ്പം അവിടേക്കെല്ലാം ആക്രമണം ഉണ്ടാകാം. കാരണം അമേരിക്കയെ ശത്രുവായി കാണുമ്പോൾ അമേരിക്കയുടെ താല്പര്യം മിലിറ്ററി താല്പര്യങ്ങൾ മാത്രമല്ല, സാമ്പത്തിക താല്പര്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ, സൗദിയിലാകട്ടെ, UAE-യിലാകട്ടെ, കുവൈറ്റിലാകട്ടെ, ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലാകട്ടെ, അവിടെയെല്ലാം ഉള്ള അമേരിക്കൻ സ്വാധീന മേഖലകൾ ഞങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല. ഇതെല്ലാം സോഫ്റ്റ് ടാർഗറ്റ്സാണ്. താഡ് മിസൈലുകളോ പേട്രിയോട്ട് മിസൈലുകളോ കൊണ്ട് മാത്രം തടയാവുന്ന ഇടങ്ങളല്ല ഇതെല്ലാം എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ വലിയ സമ്മർദ്ദമാണ് ട്രംപിന് മേൽ ഗൾഫ് രാജ്യങ്ങൾ ചെലുത്തിയത് എന്ന് ഓർക്കണം. പ്രത്യേകിച്ച് സൗദി അറേബ്യ ചെലുത്തിയൊരു സ്വാധീനം, അതേക്കുറിച്ച് എടുത്തു പറയാതിരിക്കാനാവില്ല. കാരണം സൗദി ആണ് ഏറ്റവും അധികം. ഇറാൻ്റെ ആക്രമണം നേരിട്ട് സൗദിയിൽ ഉണ്ടായില്ല കഴിഞ്ഞ 13 യുദ്ധത്തിലോ അല്ലെങ്കിൽ അതിനുശേഷം പൊട്ടിപ്പുറപ്പെട്ട ഒരു സ്ട്രെയിൻഡ് പീരീഡ് ഓഫ് പീസ് ആ സമയത്തോ അതിനുശേഷം ഇപ്പോൾ വന്ന യുദ്ധത്തിലോ ഒന്നും തന്നെ സൗദി അറേബ്യയുടെ ഇൻസ്റ്റലേഷൻസ് ഒന്നും തന്നെ ഇറാൻ നേരിട്ട് ആക്രമിച്ചില്ല. മുൻപ് ആക്രമിച്ചിരുന്നു, അത് വിസ്മരിക്കുന്നതുമില്ല. അതേസമയം
ഇറാൻ തന്ത്രം മാറ്റിപ്പിടിക്കുകയാണ്. നേരിട്ടല്ല, തങ്ങളുടെ പ്രോക്സികളെ കൊണ്ട് തെക്ക് പടിഞ്ഞാറുള്ള ഹൂതികൾ അവർ സൗദിയുടെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ, തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. സൗദിയുടെ കപ്പലുകൾ ഒന്നുപോലും ബാബൽ മന്ദേബ് കടന്നു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നാവിക ഉപരോധം കടുപ്പിച്ചിരിക്കുന്നു. എന്നാൽ മറ്റ് കപ്പലുകൾക്ക്, സൗദി ഒഴികെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ബാബൽ മന്ദേബ് കടന്നു പോകുന്നതിന് ഇപ്പോഴും ആ തരത്തിലുള്ള തടസ്സമില്ല എന്നോർക്കണം. മാത്രമല്ല, സൗദിയുടെ എണ്ണ ഈ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈനിലൂടെ പടിഞ്ഞാറൻ തീരത്തേക്ക് എണ്ണ പമ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് വിപണനം ചെയ്യാനാവാത്ത രീതിയിൽ ഹൂതികൾ സൗദി തുറമുഖങ്ങളിലേക്ക്, ചെങ്കടൽ തീരത്തെ തുറമുഖങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുമ്പോൾ സൗദിക്ക് മാറി ചിന്തിക്കാതിരിക്കാനാവില്ല. അതേപോലെ തന്നെ ഹോർമൂസും അതുപോലെ തന്നെ സൗദിക്ക് പ്രധാനപ്പെട്ടതാണ്. സൗദിയുടെ വടക്കൻ പ്രദേശങ്ങളിലെ തുറമുഖങ്ങൾ, സൗദി എണ്ണ കൊണ്ടുപോകാനുള്ള മറ്റ് ഒരു മാർഗമാണല്ലോ ഹോർമൂസ് കടലെടുക്കുക. ഒരുപോലെ അത് ഇറാൻ നേരത്തെ തന്നെ അടച്ചിരുന്നതാണ്. അതിന് പുറമെയാണ് സൗദിക്ക് നേരെ ഈ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സസ് ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്നത്. അതൊരു പുതിയ സംഭവവികാസമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ സൗദിയെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. ഇറാഖിൻ്റെ പല പ്രദേശങ്ങളിലായി സ്പ്രെഡ് ഔട്ട് ചെയ്ത ഇറാൻ അനുകൂല ഷിയ മിലിഷ്യ ആണല്ലോ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സസ്. അതൊരു ഫോഴ്സല്ല, പല ഫോഴ്സുകളാണ്. ഒരു വലിയ ചിതറിക്കിടക്കുന്ന 10-30 വിവിധങ്ങളായ ഗ്രൂപ്പുകൾ. അതെല്ലാം തന്നെ മുൻപ് 2014 മുതൽ ഈ IS-നെ പുറത്തു ചാടിക്കാൻ വേണ്ടി, അത് IS ഒരു സുന്നി ഗ്രൂപ്പാണല്ലോ, ഇസ്ലാമിക് സ്റ്റേറ്റ്. അപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു കൺട്രോളിലായിരുന്നു ഇറാഖിൻ്റെയും സിറിയയുടെയും ചില ഭാഗങ്ങൾ. അപ്പോൾ അബൂബക്കർ അൽ ബഗ്ദാദി നയിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഫിസിക്കൽ സ്റ്റേറ്റിനെ സായുധമായി പുറത്താക്കാൻ, അതായത് സുന്നി ഗ്രൂപ്പാണത്, അതിനെ പുറത്താക്കാൻ ഷിയ മിലിഷ്യകൾ കൈമേയി മറന്ന് പൊരുതി. അത് 2014 മുതലുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പുകൾ ഇപ്പോൾ IS യാഥാർത്ഥ്യമല്ല. ഇറാഖ് ഒരു കൊയലീഷൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. ഷിയ വിഭാഗങ്ങൾ, സുന്നി വിഭാഗങ്ങൾ, അഹമ്മദിയ ഗ്രൂപ്പുകൾ, കുർദുകൾ എല്ലാം ചേർന്ന് കുർദ് മേഖലയ്ക്ക് സ്വയം ഭരണ മേഖല ഭാഗികമായിട്ടെങ്കിലും സ്വയം ഭരണ അധികാരവും നൽകിയിട്ടുണ്ട്. പക്ഷേ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് എന്ന പുതിയ സംരംഭം, കുറേ കാലമായിട്ടുള്ളൊരു സംരംഭം, സൗദിക്കെതിരെ തിരിയുമെന്ന് ഒരിക്കൽ പോലും സൗദി വിചാരിച്ചതല്ല. അതുകൊണ്ട് സൗദി യുദ്ധരംഗത്തേക്ക് നേരിട്ട് വരുന്ന ഒരു കാഴ്ച. അപ്പം ഗൾഫ് മേഖലയിലെ അമേരിക്കയോടൊപ്പം ചേർന്ന് GCCയിലെ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഏകരാജ്യം സൗദിയാണ്. അതും ഇറാന് നേരെയല്ല, ഇറാഖിലെ ഷിയ താവളങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് ഇറാൻ അനുകൂല പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് PMF കേന്ദ്രങ്ങൾക്ക് നേരെ. അപ്പോൾ അവിടെ ഒരു ചോക്ക് പോയിന്റ് വീണ്ടും വരികയാണ്. അപ്പം സൗദിയുടെ വടക്കൻ ഭാഗവും തെക്കൻ ഭാഗവും ഒരുപോലെ തന്നെ സമ്മർദ്ദത്തിലാവുന്ന ഒരു കാഴ്ച. അങ്ങനെയാണ് സൗദി അറേബ്യ താല്പര്യമെടുത്ത് വലിയ ഒരു മൊബിലൈസേഷൻ നടത്തുകയാണ്. അറബി ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് ഈ ബാബൽ മന്ദേബും ഹോർമൂസും എങ്ങനെ തുറക്കാം എന്നതിനെക്കുറിച്ച് ഒരു ആലോചന നടത്തുകയാണ്. അതൊരു വശം. 2, കുവൈറ്റ് താല്പര്യമെടുത്തുകൊണ്ട്, ഇപ്പോൾ കുവൈറ്റാണ് ഈ ഒരുപാട് ബോംബാർഡായ കഴിഞ്ഞ 2-3 ആഴ്ചക്കുള്ളിൽ ഏറ്റവും അധികം ഇറാനിയൻ മിസൈലുകൾ വന്ന് പതിച്ച രാജ്യം കുവൈറ്റും ജോർദാനും ഒക്കെയാണ്. ഇപ്പോൾ കുവൈറ്റ് ഒരു താല്പര്യപ്പെടുകയാണ്. അങ്ങനെ ഈ ഈജിപ്റ്റ്, തുർക്കി, സൗദി അറേബ്യ, ഈ രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു പുതിയ മുന്നണി, പാകിസ്ഥാനെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാദേശികമായ ഒരു ഹോർമൂസ് തുറക്കുന്നതിന് വേണ്ടി മാത്രമുള്ള പ്രാദേശികമായ ഒരു അറേഞ്ച്മെൻറ്റ്, ഇത് പാരലായിട്ട് വരികയാണ്. ഇതിൻ്റെ എല്ലാം ഒരു അർത്ഥതലം വ്യാപകമായി നോക്കിയാൽ അമേരിക്കയുടെ ഇൻവോൾവ്മെൻറ്റ് പരമാവധി കുറച്ചുകൊണ്ടുവരാൻ ഭാവിയിലെങ്കിലും കഴിയണമെങ്കിൽ there should be an alternative in place. ഈ ഓൾട്ടർനേറ്റീവ്, ഈ ഒരു ഈ ബദലിന് വേണ്ടിയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ആലോചനയാണ്. കാരണം അമേരിക്കയുടെ കണ്ടിന്യൂസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ പേർഷ്യൻ ഗൾഫ്, അത് അവരെ സംരക്ഷിക്കാനാണെങ്കിലും, ഇറാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി തകർക്കാനാണെങ്കിലും, ബാബൽ മന്ദേബ് ബലം പ്രയോഗിച്ച് തുറക്കാനാണെങ്കിലും അമേരിക്കൻ സൈന്യങ്ങൾ തുടർച്ചയായി ശ്രമിക്കുന്നത് ഒരു പോയിന്റിന് ഉപരിയായി മുന്നോട്ട് പോകുന്നില്ല എന്നൊരു പുനർവിചിന്തനം ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അമേരിക്കയോട് കടക്ക് പുറത്തെന്ന് പറയാനാവില്ലാത്തത് കൊണ്ട് ബദലുകൾ തേടുന്ന ഒരു തിരക്കിലാണ്. ആ ഒരു ഭാഗത്തിൻ്റെ ഭാഗമായി അമേരിക്ക ഇനി ഇപ്പോൾ കൂടുതൽ ആക്രമണം, നേരത്തെ ട്രംപ് സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയാൽ സംഗതി കൂടുതൽ വഷളാവും. അതുകൊണ്ട് ഇറാനെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം,
ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ സുരക്ഷ ഞങ്ങൾക്ക് കൂടി സ്വീകാര്യമാകുന്ന രീതിയിൽ ചെയ്തു കൊള്ളാം, നിങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യരുത്, ദയവായി ഇപ്പോൾ ആക്രമണം ഉപേക്ഷിക്കണം. പ്രത്യേകിച്ച് ഇസ്രയേലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഫൈനൽ പുഷ് എന്ന നിലയിൽ അമേരിക്ക ആക്രമണം നടത്താനായിരുന്നു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന പ്ലാൻ. അത് തൽക്കാലത്തേക്ക് ഷെൽവ് ചെയ്തിരിക്കുകയാണ്, തൽക്കാലത്തേക്ക് മാത്രം. അത് ഇസ്രായേലും കൂടി രംഗത്ത് വരുമ്പോൾ അറബ് രാജ്യങ്ങൾക്ക് പിന്നെ ഒന്നും മിണ്ടാനാവാത്ത അവസ്ഥ വരും. ഇസ്രായേൽ രംഗത്ത് വരുമ്പോൾ അതിനെ പരസ്യമായി സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് അറബ് രാജ്യങ്ങൾ വന്നു നിന്നാൽ ഭാവിയുടെ രാഷ്ട്രീയമാണ്. അവിടുത്തെ ജനതകളൊക്കെ എല്ലാം രാജഭരണങ്ങളല്ല എന്നോർക്കണം, ഈജിപ്റ്റ് രാജഭരണമല്ല എന്നോർക്കണം. പിന്നെ പല രാജ്യങ്ങളും അതിനകത്ത് അറബ് രാജ്യങ്ങൾ പലതും രാജഭരണത്തിലല്ല എന്നോർക്കണം. അവിടെയൊക്കെ ഇസ്രായേൽ കടുത്ത ജൂത വിരുദ്ധത അല്ലെങ്കിൽ സയനിസ്റ്റ് വിരുദ്ധതയുണ്ട്. അത് ഇസ്രായേലിനോടുള്ള വിരോധമായി ജനങ്ങൾക്കിടയിലുണ്ട്. അറബി ഇസ്ലാമിക ലോകത്തെ ജനങ്ങൾക്കിടയിൽ ആ ഒരു വിരോധവും ഒരു ഡിഫറൻസും ഉണ്ട്. പക്ഷേ ഭരണകൂടങ്ങൾ ഇസ്രായേലിനൊപ്പം ചേർന്ന് നിൽക്കുന്നു. അല്ലെ, അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കുമ്പോൾ തങ്ങളും അതിന് ജയ പാടേണ്ടി വരുന്നല്ലോ എന്ന ഒരു ഭയമുണ്ട്. ആഭ്യന്തരമായ ഒരു ഭയാശങ്കയാണ്. ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു ധാരണയെന്ന് പറയാനാവില്ല എങ്കിലും ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു, താൽക്കാലിക തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ഇറാനെ ഇപ്പോൾ ആക്രമിക്കേണ്ട, പക്ഷേ നിരന്തരമായി സമ്മർദ്ദം തുടരും. ഇറാൻ്റെ എണ്ണ ഒരു തുള്ളി പോലും ഹോർമോസ് കടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തും. ഇറാൻ്റെ മേലുള്ള ഉപരോധം ഒരു രീതിയിലും ലഘൂകരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന തിരക്കിലാണ് അമേരിക്ക. പക്ഷേ ഇതൊക്കെ ഇറാൻ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ മാക്സിമം പ്രഷർ പ്രിൻസിപ്പിൾ ഒരു പരിധിക്ക് മേലെ മുന്നോട്ട് പോകുന്നില്ല എന്ന് മനസ്സിലാകുന്നു. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഗാസയിലെ വിഷയം. ബോർഡ് ഓഫ് പീസ് ഇപ്പോൾ ആക്റ്റീവായി വരുന്നു. ഒരു റോഡ് മാപ്പ് ടു പീസ് ഇവിടെ ശരിയായി വരുന്നു. ഇസ്രായേൽ അതിനോട് വേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേലിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? ആംസ് വിഡ്രോവൽ അല്ലെങ്കിൽ ഈ നിരായുധീകരണം, ഗാസ നിരായുധീകരണം, ഹമാസ് നിരായുധീകരിക്കുകയോ ഇസ്രായേൽ പിൻവാങ്ങുകയോ ചെയ്യുമോ? ഇതൊക്കെ നോക്കിക്കാണുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. അതിനിടയിൽ കൂടുതൽ യുദ്ധ മുന്നണികൾ തുറക്കുന്നത് അത്ര സുഖകരമായ അനുഭവമാകില്ല ഗൾഫ് രാജ്യങ്ങൾക്ക്. അത്രയും സങ്കീർണമായ സ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഏത് നിമിഷവും ആക്രമണം സംഭവിക്കാം എന്ന നിലയിൽ നിന്നും ചില കാര്യങ്ങളിൽ പിന്നാക്കം പോകുന്നു. പാരലലായ ചർച്ചയുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ഇറാൻ വീണ്ടും പറയുന്നു ഒരു ചർച്ചയുമില്ല, ഒരു ധാരണയുമില്ല. ആണവ കാര്യത്തിൽ ഇന്നേ വരെ ഒരു ചർച്ചയുമില്ല. ട്രംപ് വളരെ ക്രൂദ്ധനായിട്ടാണ് പ്രതികരിച്ചത്. ആണവ കാര്യങ്ങളിൽ ജാരഡ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും എല്ലാം തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസും എല്ലാം തന്നെ ചർച്ചകളിൽ പങ്കെടുത്തതാണ്. ഇറാനുമായി ഇപ്പോഴും ആണവ കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് മധ്യസ്ഥന്മാരുടെ സഹായത്തോടു കൂടി. ഇറാൻ അത് അക്നോളജ് ചെയ്യുന്നില്ല. അപ്പോൾ ഇറാൻ്റെ ഗെയിം പ്ലാൻ ട്രംപിനെ വല്ലാതെ കാര്യമായ പ്രസ്താവനകളൊന്നും തന്നെ നടത്തുന്നില്ല. ഒരു ചർച്ചയുമില്ല എന്നതല്ലാതെ മറ്റു പ്രസ്താവനകളൊന്നും നടത്തുന്നില്ല. അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്ന പ്രസ്താവനയ്ക്ക് മറുപടി എന്ന നിലയിൽ മാത്രം ചില ഉരുളക്കുപ്പേരി പോലെ പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ അമേരിക്കയെ വീണ്ടും കൂടുതൽ കുഴപ്പത്തിൽ ചാടിക്കുന്നു എന്ന ചിന്തയാണ്. അത് മാത്രമല്ല അമേരിക്കയുടെ ഇടക്കാല തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. നവംബർ മാസത്തിൽ നടക്കേണ്ടതാണ് മിഡ് ടേം ഇലക്ഷൻസ്. അതിൽ സെനറ്റേഴ്സ് പുതിയതുണ്ടാവണം, ഹൗസിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കണം. വലിയ സമ്മർദ്ദമാണ്. അതിന് മുൻപ് ഇറാൻ വിഷയത്തിലോ ഗാസ വിഷയത്തിലോ ഒരു പ്രോഗ്രസ് കാർഡ് അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ നിരത്താൻ ട്രംപിന് കഴിയാതെ പോകുന്നു. എന്താണ് പറയുക? യുദ്ധം തുടരുന്നു, നിങ്ങൾ വീണ്ടും പണം നൽകി സഹായിക്കൂ എന്ന് കോൺഗ്രസിനോട് പറയാനാവുമോ? നികുതിദായകരോട് എന്താണ് പറയുക? സംവിധായകൻ തനിക്ക് നൽകിയ മാൻഡേറ്റ് എന്താണ്? മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ഇപ്പോഴതാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മറുപടി പറയേണ്ടി വരില്ലേ? ജനാധിപത്യ അമേരിക്കയിൽ ജനങ്ങളോട് ട്രംപിന് മറുപടി പറയേണ്ടി വരില്ലേ? അപ്പോൾ പിന്നെ ഒരു തരം ഈ വിഡ്രോയൽ ആണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂപ്പിച്ച് നിർത്തും, പിന്നെ സ്വരം താഴ്ത്തി പിടിക്കും, വീണ്ടും കടുപ്പിക്കും. അങ്ങനെ ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ എത്ര കാലം പോകും? അതോ ഇനി വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷത്തിലേക്ക് ഗൾഫ് മേഖലയ്ക്ക് പോകാനാവുമോ? എൻ്റെ ഉത്തരം ഇല്ല എന്നാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് അവസാനം ശബ്ദമുയർത്തി പറയേണ്ടി വരും, ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞുകൂടണം. ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ വിഭവം എണ്ണയാണ്, പ്രകൃതിവാതകമാണ്. അത് സമാധാനപരമായി ഉത്പാദിപ്പിക്കണം, വിപണനം ചെയ്യണം, വിതരണം ചെയ്യണം, ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. ഇത് പരസ്യമായി അമേരിക്കയോട് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അമേരിക്ക തന്നെയാണ്
അവിടെ ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത് എന്ന് അറബ് രാജ്യങ്ങൾക്ക് പറയേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് വളരെ പൊളിറ്റിക്കലി വെരി എക്സ്ട്രീംലി ഡാമേജിങ് ഫോർ അമേരിക്ക. അതുകൊണ്ടാണ് അമേരിക്കയും ഒരുപക്ഷെ മാറി ചിന്തിച്ചേക്കാം. സങ്കീർണതയിൽ നിന്നും കൂടുതൽ സങ്കീർണതയിലേക്ക് പോവുകയാണ്. യുദ്ധവിരാമം കാണുന്നില്ല എന്ന് മാത്രമല്ല, യുദ്ധത്തിന് വേറൊരു രൂപം വരികയാണ്. ഒരുതരം ഈ മിന്നിയും മറഞ്ഞും ഒരു നിമിഷം യുദ്ധം, ഏതാനും ദിവസങ്ങളിൽ യുദ്ധം, പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നൊന്നുമില്ല, പിന്നെ യുദ്ധമില്ലാത്ത അവസ്ഥ, കുറേ ദിവസത്തെ ശാന്തത, പിന്നീട് നാടകീയമായ യുദ്ധം, അതിനിടയിൽ കുറേ കപ്പലുകളെ ആക്രമിക്കുന്നു, എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ഉപരോധം തുടരുന്നു. അത് രണ്ട് മേഖലയിൽ, ചെങ്കടൽ മേഖലയിലും ബാബൽ മന്ദേബ് ചെങ്കടൽ മേഖലയിലും പേർഷ്യൻ ഗൾഫ് മേഖലയിലും എത്ര കാലം ഗൾഫ് രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവും? ആകെ പിടിച്ചു നിൽക്കാനാവുന്നത് UAEക്ക് കിഴക്കൻ ഫ്യൂജറെ തുറമുഖമുള്ളതുകൊണ്ട് കുറേയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ല എങ്കിൽ ഒമാന് കിഴക്കൻ പ്രദേശത്തോടൊരു ആക്സസ്, വെളിയിലേക്ക് ഓപ്പൺ സീയിലേക്ക് ആക്സസ് ഉണ്ട്. മറ്റെല്ലാ ഗൾഫ് രാജ്യങ്ങളും ഒരുപോലെ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യക്ക് രണ്ട് ഭാഗത്തും കടലുകളുണ്ടെങ്കിലും വടക്ക് പേർഷ്യൻ ഗൾഫും തെക്ക് ചെങ്കടലും ഉണ്ടെങ്കിലും രണ്ടും ചോക്ക് പോയിന്റുകളാണ്. അതുപോലെ UAEയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ ഭാഗങ്ങൾ അത് അഫക്റ്റഡ് ആണ്. ഖത്തർ പൂർണ്ണമായി അഫക്റ്റഡ് ആണ്. ഖത്തറിൻ്റെ എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെ അഫക്റ്റഡ് ആണ്. ഖത്തർ തന്നെ പറയുന്നത്, മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഖത്തർ അഡ്മിറ്റ് ചെയ്തല്ലോ, തങ്ങൾക്ക് എണ്ണ ഉത്പാദനവും പ്രകൃതിവാതക ഉത്പാദനവും പൂർണ്ണ തോതിൽ ആകണം എങ്കിൽ അന്നത്തെ നിലയിൽ ഇനി 5 വർഷമെങ്കിലും ഉണ്ടാകണം. ഇപ്പോൾ കൂടുതൽ വഷളായിട്ടുണ്ട്. ഒരുപക്ഷെ അതിലും കൂടുതൽ കാലം എടുത്തെങ്കിൽ മാത്രമേ ഈ സൗത്ത് പാസിൻ്റെ തെക്കൻ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഓയിൽ ഫീൽഡുകളൊക്കെ ഒന്ന് റെഡിയാകൂ. അതുകൊണ്ട് വളരെ 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 ഡാമേജിങ് ആണ്. എന്നാൽ മറുപക്ഷത്ത് ഇറാനും അത് ഡാമേജിങ് ആണ് എന്നത് വിസ്മരിക്കുന്നില്ല. പക്ഷേ ദീർഘകാല ഒരു റെസിലിയൻറ്റ് ഒരു മോഡിലാണ് ഇറാൻ. അതുകൊണ്ട് എങ്ങനെയും യുദ്ധം നീണ്ടു പോകട്ടെ, തങ്ങൾ സഹിക്കാവുന്നിടത്തോളം സഹിച്ചു, ഇനിയും തങ്ങൾ സഹിച്ചു തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് അടിയും തിരിച്ചടിയുമായി മുന്നോട്ട് പോകും. അപ്പോൾ ഇത് മാറി ചിന്തിപ്പിക്കാൻ നാളിതുവരെ ഇറാനെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരകമാകുന്ന ഒരു പ്രപ്പോസലും വന്നിട്ടില്ല, അല്ലെങ്കിൽ അത് വന്നത് അംഗീകരിക്കപ്പെട്ടിട്ടുമില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് കടുംപിടുത്തം രണ്ട് ഭാഗത്തും അവസാനിപ്പിച്ച് അല്ലെങ്കിൽ സ്കെയിൽ ഡൗൺ ചെയ്തതിന് ശേഷം സമാധാനത്തിൻ്റെ പുതിയ പന്ഥാവുകൾ നേടുക. ഒറ്റ പരിഹാരമാണ് ഞാൻ കുറേ മാസങ്ങളായി നിർദ്ദേശിക്കുന്ന ഏക പരിഹാരം, എൻ്റെ മനസ്സിൽ തോന്നുന്ന പരിഹാരമാണ്. ബാഹ്യശക്തികൾക്ക് ഒരിടപെടലുമില്ലാത്ത മധ്യപൗരസ്ത്യ പ്രദേശത്തെ ശക്തരായ രാജ്യങ്ങൾ തമ്മിൽ ഒരു കരാറിലൂടെ തീരുമാനിക്കട്ടെ. തുർക്കിയും ഈജിപ്തും സൗദി അറേബ്യയും ഇറാനും ഒക്കെ തന്നെയാണ് അവിടുത്തെ ശക്തികൾ. അവരൊക്കെ തമ്മിൽ പരസ്പരം ഒരു ധാരണയായി കഴിഞ്ഞാൽ എന്തുകൊണ്ട് സമാധാനം പുലരില്ല? അമേരിക്കയുടെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം കാലമുണ്ടോ, ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ എത്രത്തോളം കാലം അമേരിക്ക അവിടെ പ്രതിനിധീകരിക്കാൻ ശ്രമിക്കുന്നുവോ, ഗൾഫ് രാജ്യങ്ങൾ രക്ഷയ്ക്കെന്ന പേരിലാണെങ്കിൽ പോലും അധികകാലം ഈ രൂപത്തിൽ മുന്നോട്ട് പോകാൻ ആവില്ല. അപ്പോൾ എന്നോട് ചോദിച്ചത്, യുദ്ധം പെർമനൻ്റായി നീളുമോ? ഇങ്ങനെയാണെങ്കിൽ പെർമനൻ്റായിട്ട് നീളും. അത് അനുവദിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഒരു രീതിയിലും സന്നദ്ധമാകില്ല. അതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുതിയ ഫോർമേഷനിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ നീങ്ങുന്നു എന്നത്, അതിൻ്റെ സൂചനയാണ്. ഓക്കെ, എന്തായാലും അവസാന മിനിറ്റ് വരെ ട്രംപിന് മേൽ വലിയ സമ്മർദ്ദം ഗൾഫ് രാജ്യങ്ങൾ ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഗൾഫ് രാജ്യങ്ങളെല്ലാം കൂടി ഞങ്ങളുടെ രാജ്യത്തെ സുരക്ഷയാണ്, അത് ഞങ്ങൾ പരിഹരിച്ചു കൊള്ളാം, നിങ്ങൾക്കെന്താണ് ഇവിടെ കാര്യം എന്ന് അമേരിക്കയോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുക തന്നെ ചെയ്യും. എന്തായാലും ട്രംപിൻ്റെ വാക്കാണ്, എത്ര നാൾ ഈ വാക്കിൽ തുടരും എന്നതും കണ്ടറിയേണ്ടത് തന്നെയാണ്. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്.